ഹലോ അസ്സാം വലൈക്കും. ഇന്നിപ്പോൾ എന്താണെന്ന് ചെറിയൊരു പരിപാടി കേട്ടോ. അതായത് നമ്മൾ ചിക്കൻ കറി വെക്കുകയാണ്. ചിക്കൻ കറി പറഞ്ഞാൽ സാധാ മോഡൽ ചിക്കൻ കറി അല്ല. നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെയാണ് ഈ കറി വെക്കുന്നത്. ഫ്രൈ ചെയ്ത അതേ എണ്ണയ്ക്ക് തന്നെ നമ്മൾ തക്കാളി, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ കറി. ഞാനിത് കഴിച്ചതിന് ശേഷമാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഈ ഉള്ളി തക്കാളി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, അതിന് പെട്ടെന്ന് ആയിക്കോട്ടും. നമ്മൾ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനിൽ ഉപ്പ് ആദ്യം ഇടുന്നുണ്ടല്ലോ. പച്ചമുളക് ഇടാൻ മറന്നുപോയി, അതാണ് പിന്നെ പച്ചമുളക് എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ആ ഒരു ഇതിലുണ്ടാക്കിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. മുളകും പൊടി നല്ല എരിവുള്ള മുളകാണ് ഞാൻ എടുത്തത്, കുറച്ച് ഏറിപ്പോയിന്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട് എരിവായിട്ടും. നമ്മൾ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടു. അങ്ങനെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ട് നമ്മൾ പിന്നെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് പോകും. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊരിച്ച് വെച്ച നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ടെടുക്കുക. കാരണം ഇത് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. സാധാ ചിക്കൻ കറി വെക്കുമ്പോൾ ഒരുപാട് സമയം വേണം. പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് ആ ചിക്കൻ കറിക്ക് അത്ര വലിയ ടൈമാണ് വേണ്ടത്. നമ്മൾ ചിക്കൻ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.